ശ്രീ മുകേഷിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് തന്നെ അതിനെപ്പറ്റി നല്ല ബോധ്യമുണ്ട്. ഇപ്പൊ എം മുകേഷ് എന്ന് പറയുമ്പോൾ മഹാനായ ഒരു കലാകാരന്റെ പേരിലാണ് ഈ എം അറിയപ്പെടുന്നത്, അല്ലേ? പക്ഷെ ഇപ്പോ ഈ സോഷ്യൽ മീഡിയ പറയുന്ന എം എന്ന് പറഞ്ഞാൽ മെഴുകാണെന്ന്, എം മുകേഷ് എന്ന് പറഞ്ഞാൽ മെഴുക് മുകേഷാണ് എന്നാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുകേഷ് പറഞ്ഞ മെഴുകുതിരിയുടെ ആവശ്യമല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കിടന്ന് ന്യായീകരിച്ച് മെഴുകുന്നത് കൊണ്ട് മുകേഷിനെ ഇപ്പൊ ആളുകൾ വിളിക്കുന്നത് മെഴുക് മുകേഷ് എന്ന്. എന്തൊരു അസ്വസ്ഥതയാ! രാത്രിയിൽ ആരെങ്കിലും ഈ നാട്ടിലെ ഒരു സാധാരണക്കാരൻ ഒരു അത്യാവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള മറുപടി അന്തസ് വേണമടാ അന്തസ്. ആ അന്തസ് വേണമടാ അന്തസ് എന്ന് പറയുന്ന ആൾക്ക് അന്തസ്സെന്ന് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പോലും അറിയില്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തികളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇപ്പോൾ ഉള്ള ആരോപണങ്ങളെല്ലാം ഞാൻ വിട്ടു. ശ്രീ മുകേഷ് പറയുന്നത് ആരാണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ടാർഗറ്റ് ചെയ്തല്ലേ, രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. മുകേഷിനോടൊക്കെ എന്ത് രാഷ്ട്രീയ അജണ്ട? മുകേഷിനോട് ആർക്കെങ്കിലും ഈ നാട്ടിൽ രാഷ്ട്രീയ അജണ്ടയുടെ പേരിൽ എന്തെങ്കിലും ഒരു വിരോധം തീർക്കേണ്ട കാര്യമുണ്ട്? ഒന്ന്, മുകേഷിനെ ഈ നാട്ടിൽ ആരെങ്കിലും രാഷ്ട്രീയക്കാരായിട്ട് അംഗീകരിക്കുന്നുണ്ട്? മുകേഷിനെതിരായിട്ട് ഗൂഢാലോചന ആര് നമ്മൾ നടത്തിയത്? ക്ലോസറ്റ് വിളിച്ചിട്ട് ആരെങ്കിലും ജയിലിൽ പോകുമോ എന്നാണ് എനിക്ക് മുകേഷിനോട് ചോദിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ അജണ്ടയൊന്നുമില്ല. ഇനി അജണ്ട ഉണ്ടെങ്കിൽ ശ്രീ മുകേഷിനെതിരായിട്ട് ആദ്യമായി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചതാരാ? ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ഏതെങ്കിലും ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തകരാണോ? മുകേഷിനെതിരായിട്ട് ആദ്യമായി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത് തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നായിക നടിമാരിൽ ഒരാളായിരുന്ന മുകേഷിന്റെ മുൻ ഭാര്യ, മുൻ ജീവിത പങ്കാളിയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ മുകേഷ് എന്ന് പറയുന്ന നാട്ടിലെല്ലാവർക്കും നല്ല പ്രവൃത്തിയുടെയും നന്മയുടെയും ക്ലാസ് എടുക്കുന്ന ആ സാറിന്റെ പരിപാടി ഈ മുൻ ജീവിത പങ്കാളി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരുടെ അടിവയറ്റിലേക്ക് ചവിട്ടുന്ന ക്രൂരകൃത്യം അടക്കം നടത്തി മുകേഷ് എന്ന ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം ആരാണ്ടോടല്ല പറഞ്ഞിരിക്കുന്നത്. ആ ആരോപണം പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ഇപ്പോഴത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രിയും ഞങ്ങളുടെ നാട്ടുകാരിയുമായ ശ്രീമതി വീണ ജോർജിനോടാണ്. മുകേഷിന്റെ വിഷയത്തിൽ എല്ലാ CPM-ന്റെ നേതാക്കന്മാരും ഇങ്ങനെ കവചമൊരുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിന്റെ വനിതാ ശിശുക്ഷേമത്തിന് ചുമതലയെങ്കിലും കൂടി വഹിക്കുന്ന ശ്രീമതി വീണ ജോർജിനോട് ചോദിക്കുന്നു, ധാർമ്മികത എന്നൊരു വാക്ക് അടുത്തുകൂടി പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങളെങ്കിലും CPM-ന്റെ കമ്മിറ്റിയിൽ നിങ്ങളുടെ മന്ത്രിസഭാ യോഗത്തിൽ പറയണ്ടേ, ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ്. നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം, അത് ലൈംഗിക അതിക്രമം മാത്രമല്ല, ക്രൂരമായ വയലൻസ്. ആലോചിച്ചു നോക്കൂ, സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ, അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കഠോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ മുകേഷും നമ്മുടെ ഗോവിന്ദച്ചാമിയും ഒക്കെ ഏതാണ്ട് ഒരേ ലൈനിൽ വരുന്ന ഹാബിച്വൽ ഒഫൻഡർമാരാണ് എന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വ്യത്യാസം എന്താ? ഗോവിന്ദച്ചാമി ജയിലിൽ കിടക്കുന്നു, മുകേഷ് പുറത്ത് കിടക്കുന്നു. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഗോവിന്ദച്ചാമി CPM-ന്റെ MLA അല്ല. CPM-ന്റെ MLA ആയിരുന്നു ഗോവിന്ദച്ചാമി എങ്കിൽ ആ ഗോവിന്ദച്ചാമിക്കും ആ 3 അക്ഷര ബോർഡ് വെച്ച ഈ നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചത്ത് കൂടി കാർലിങ്ങിനെ ചീറിപ്പായുവാൻ കഴിയുമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ MLA, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ MLA, ഒരു ജനപ്രതിനിധി, അയാളെ കാണാനുണ്ട്? എവിടെയാണെന്ന് പറയണ്ടേ? ഒളിച്ചു കളിക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത MLA ബോർഡ് പോലും ഒഴിവാക്കി ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി പല വേഷത്തിൽ, ഈ ബോയിങ് സിനിമയിലാണ് മുകേഷ് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനുശേഷം ജീവിതത്തിൽ ബോയിങ് ആവർത്തിച്ചിങ്ങനെ ആരോപണങ്ങളുടെ ശരശയ്യയിൽ നമ്മുടെ ബഹുമാനായ MLA കിടക്കുമ്പോ ശ്രീ M മുകേഷ് എന്ന് പറയുന്ന നടൻ എന്ത് കാണിക്കുന്നു എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ കാര്യം. അത് നിയമത്തിൽ വിടുന്നു. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ഓഡിറ്റബിൾ ആണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വന്നിരിക്കുന്നത്.